നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന നിയമം മനുഷ്യർക്ക് വേണ്ടിയെന്ന് മുഖ്യമന്ത്രി. വനം നിയമ ഭേദഗതി ഉപേക്ഷിച്ച് സർക്കാർ. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ച് ഹൈക്കോടതി. സ്വമേധയാ എടുത്ത കേസ് തീർപ്പാക്കി. സംസ്ഥാന നിയമസഭയുടെ 13ാം സമ്മേളനം വെള്ളിയാഴ്ച ആരംഭിക്കും. ബജറ്റ് ഫെബ്രുവരി 7. സ്പീക്കർ നെയ്യാറ്റിൻകര ഗോപന്റെ മരണം സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി. കല്ലറ തുറക്കും. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന വനം നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾ സർക്കാർ ഉപേക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാകണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വനം നിയമ ഭേദഗതി സംബന്ധിച്ച ഒട്ടേറെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ ആരംഭിക്കുന്നത് 2013-ലാണ്. അന്ന് UDF സർക്കാരായിരുന്നു. മനഃപൂർവ്വം കടന്നുകയറുക എന്ന ഉദ്ദേശത്തോടെ വനത്തിൽ കയറുക, വനത്തിനുള്ളിൽ വാഹനം നിർത്തുക, ഇതെല്ലാം കുറ്റമാക്കുക എന്നതാണ് ആ ഭേദഗതി. അതിന്റെ തുടർ നടപടികളാണ് പിന്നീടുണ്ടായത്. ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾ സർക്കാർ ഗൗരവമായി കാണുകയാണ്. കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർക്കും ന്യായമായ താല്പര്യങ്ങൾക്കുമെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല. സർക്കാരിന്റെ നിലപാട് ഏത് സമയവും ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ്. മനുഷ്യരുടെ നിലനിൽപ്പിനും പുരോഗതിക്കും അതിലൂടെ പ്രകൃതിയുടെ വിശാലമായ സംരക്ഷണത്തിനും പര്യാപ്തമായ സൂക്ഷ്മതലത്തിലും സമഗ്രതലത്തിലും കൈക്കൊള്ളണമെന്ന കാര്യത്തിൽ തർക്കമില്ല. വനസംരക്ഷ നിയമത്തിന്റെ കാര്യത്തിലും ഇതേ നിലപാടാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചു ഹൈക്കോടതി. സ്വമേധയായി എടുത്ത കേസ് തീർപ്പാക്കി. ഹണി റോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യം ലഭിച്ചിട്ടു. പുറത്തിറങ്ങുന്നത് വൈകിപ്പിച്ച ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ് പിൻവലിച്ചു. വിഷയത്തിൽ മാപ്പ് പറഞ്ഞതിനെ തുടർന്നാണ് നടപടി. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ച് ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ് തീർപ്പാക്കുകയായിരുന്നു. കോടതിയെ ധിക്കരിച്ചിട്ടില്ലെന്നും കോടതിയോട് ബഹുമാനം മാത്രമാണെന്നും ബോബി പറഞ്ഞു. തനിക്ക് നാക്കുപിഴ സംഭവിച്ചതാണെന്നും ഇനി വാ തുറക്കില്ലെന്നും ബോബി പറഞ്ഞു. ഒരാളെയും വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയാണെന്നും ഭാവിയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ഇനി ദയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവില്ല. നിരുപരാധികം മാപ്പ് പറയുന്നുവെന്നും ബോബി പറഞ്ഞു. ചൊവ്വാഴ്ച കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരുന്നില്ല. തുടർന്ന് ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. മുൻ വയനാട് DCCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 3 വഞ്ചന കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. NM വിജയന്റെ ആത്മഹത്യയും 3 അനുബന്ധ കേസുകളുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. പത്രോസ് താളൂർ, സായുജ് ഷാജി എന്നിവർ നൽകിയ പരാതികളെ കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥ് എന്നിവരാണ് പ്രതികൾ. അതേസമയം കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നാളെയും തുടരും. കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി അറിയിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ സംഗമം. ജില്ലയിലെ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ സംഗമം ജനുവരി 16 രാവിലെ 10:30 കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടക്കും. ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ് കണ്ണൂർ ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടി ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഡെപ്യൂട്ടി ഡയറക്ടർ PP ജയേഷ് അധ്യക്ഷനാവും. ഡയറക്ടർ S. മനു മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ജില്ലയിൽ മികച്ച നിക്ഷേപ സമാഹരണം നടത്തിയ വിദ്യാലയങ്ങളെയും ഏജന്റുമാരെയും പരിപാടിയിൽ അനുമോദിക്കും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. കൂടാളി സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് പാലിയേറ്റീവ് ദിനത്തിൽ IRPC കൂടാളി ലോക്കൽ കമ്മിറ്റി വാക്കറുകൾ വാങ്ങി നൽകി. ബാങ്ക് സെക്രട്ടറി E. സജീവൻ, പ്രസിഡന്റ് കരുണാകരൻ മാസ്റ്റർ, ജീവനക്കാർ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ IRPC ലോക്കൽ ചെയർമാൻ PK വേണുഗോപാലൻ, കൺവീനർ KP ഷിജു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇരിക്കൂർ കർഷക സംഗമം അഗ്രിഫെസ്റ്റ് 25 ഉദ്ഘാടനം ചെയ്തു. ഇരിക്കൂർ കർഷക അഗ്രിഫെസ്റ്റ് 25 അഡ്വക്കേറ്റ് സാനി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സുഗന്ധവിള കൃഷി, വിളപരിപാലന തന്ത്രങ്ങൾ, വിപണന കയറ്റുമതി സാധ്യതകൾ, കശുമാവ് കൃഷി വികസന സാധ്യതകൾ, ജൈവ കൃഷി, കിഴങ്ങുവർഗ വിളകൾ, പോഷക പുരയിട വികസന സാധ്യതകൾ, വാണിജ്യ വാഴ കൃഷിയും ഗുണമേന്മയും, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, റബ്ബർ കൃഷി ഉൽപാദനവും സംഭരണവും വിതരണവും, ഉൽപാദന കമ്പനികൾ, കൂട്ടായ്മകൾ എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ നയിച്ച സെമിനാറുകളും പരിപാടിയുടെ ഭാഗമായി നടന്നു. അഡ്വക്കേറ്റ് സജി ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. സെമിനാർ സെഷനുകളുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് അഴീക്കോട് വൻകുളത്ത് വയലിൽ 2025 ജനുവരി 26 11:30 സ്വീകരണം നൽകും. സംഘാടക സമിതി രൂപീകരണ യോഗം അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ വിശദീകരണം നൽകി. മേഖലാ സെക്രട്ടറി ബിനോയ് മാത്യു സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് പി രമേശൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ജസ്ന സി, ജില്ലാ ട്രഷറർ കെ വിനോദ് കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് പി ഒ രാധാകൃഷ്ണൻ, പി വി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പി അജിത് നന്ദി പറഞ്ഞു. ഭാരവാഹികൾ കെ അജീഷ് ചെയർമാൻ, ടി ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് പി ഒ രാധാകൃഷ്ണൻ, ജസ്ന സി വൈസ് ചെയർമാൻമാർ, പി രമേശൻ കൺവീനർ, അജിത് പി തോമസ് ആൻഡിയസ് ജോയിന്റ് കൺവീനർ, പി വി മനോജ് കൺവീനർ പുസ്തക പ്രചാരണം, പി ധർമ്മൻ കൺവീനർ പ്രചരണം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശാസ്ത്രവിസ്മയമായി AUP സ്കൂൾ മാട്ടൂലിലെ വിദ്യാർത്ഥികൾ ലഘു പരീക്ഷണം വണ്ടിയുമായി യാത്ര നടത്തി. MUP സ്കൂൾ മാട്ടൂലിലെ സയൻസ് ക്ലബ് വിദ്യാർത്ഥികൾ ശാസ്ത്രം സമൂഹത്തിലേക്ക് എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് തങ്ങൾ പഠിച്ച ലഘു പരീക്ഷണങ്ങൾ വിവിധ ശാസ്ത്ര താല്പര്യങ്ങൾ ഉണർത്തുന്ന ശാസ്ത്ര മനോഭാവം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ വിദ്യാലയങ്ങളിൽ ലഘു പരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനുള്ള യാത്ര ആരംഭിച്ചു. GWLP സ്കൂൾ മടക്കരയിൽ വെച്ച് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ CV സുരേഷ് ബാബു സ്വാഗതവും സ്കൂൾ PTA സുരേഷ് പ്രസിഡന്റ് അധ്യക്ഷതയും വഹിച്ചു. വായുമർദ്ദം, വിവിധ രാസപദാർത്ഥങ്ങളുടെ പരീക്ഷണങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന ലഘു പരീക്ഷണങ്ങളാണ് അവതരിപ്പിച്ചത്. സയൻസ് ക്ലബ് അംഗങ്ങളായ ഇസാഖ് ഖാത്തൂൻ, അസ്വ PP, ആയിഷ മൻസൂർ, മുഹമ്മദ് റസീൻ, മുബീൻ മുഹമ്മദ്, മാനസിർ DD, മുഹമ്മദ് അബ്ദുള്ള, ഇർഫത്ത് സുൽത്താന, ആയിഷ, ഫാത്തിമത്ത് മിദ ഷാഫി, തനിഷ ജാൻ, ഫാത്തിമ മുത്തലിബ്, ഹയ ആസാദ്, ഫാത്തിമത്ത് ഷദ TK, അഫ്ര എന്നിവരാണ് പരീക്ഷണങ്ങൾ അവതരിപ്പിച്ചത്. മാറ്റുലി ജനുവരി 21 നിയമവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മോഡേണൈസേഷൻ ഓഫ് ലോ ഡിപ്പാർട്ട്മെന്റ് പദ്ധതികളുടെ ഭാഗമായി സാമൂഹിക നിയമ അവബോധം നൽകുന്ന പരിപാടി മാറ്റുലി 2025 ജനുവരി 21 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ അവബോധം നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ജനുവരി 18 തൃശൂർ അയ്യന്തോൾ പ്രിയദർശിനി ഹാളിൽ പരിപാടി നടത്തും. സംസ്ഥാന നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17 ആരംഭിക്കുമെന്ന് സ്പീക്കർ N ഷംസീർ അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന് ഫെബ്രുവരി 7 തുടക്കമാവുമെന്നും സ്പീക്കർ തുടർന്ന് അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും ഇത്തവണ ബജറ്റിന് തുടക്കം കുറിക്കുക. തുടർന്ന് ഫെബ്രുവരി 13 വരെ സഭ ചേരുമെന്നും ഫെബ്രുവരി 14 മുതൽ മാർച്ച് 2 വരെ സഭ ഉണ്ടായിരിക്കില്ലെന്നും സ്പീക്കർ അറിയിച്ചു. തുടർന്ന് മാർച്ച് 13 മുതൽ 28 വരെ വീണ്ടും സഭ ചേരുമെന്നും 28 സഭ സമാപിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. മൂന്നാമത് നിയമസഭാ പുസ്തകോത്സവത്തിന് ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചെന്നും മാധ്യമങ്ങളും മികച്ച രീതിയിലാണ് സഹകരിച്ചതെന്നും സ്പീക്കർ N ഷംസീർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ താൻ ചട്ടപ്രകാരം അനുമതി നൽകുക മാത്രമാണ് ചെയ്തതെന്നും PV അൻവറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിലേക്കും സഭയെയും സ്പീക്കറെയും വലിച്ചിരിക്കുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. പുഷ്പോത്സവത്തിന് ഒരുങ്ങി കണ്ണൂർ. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ കണ്ണൂർ പുഷ്പോത്സവം പോലീസ് മൈതാനിയിൽ ജനുവരി 16 തുടങ്ങും. വൈകിട്ട് 6 കൃഷി മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ അധ്യക്ഷനാവും. മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ മുഖ്യ അതിഥികളാവും. സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കളായ പരിപാടിയിൽ ആദരിക്കും. തുടർന്ന് ഗായിക സജില സലീമും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. 12 ദിവസമായി നടക്കുന്ന പുഷ്പോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ മത്സരങ്ങൾ, സെമിനാറുകൾ, കലാപരിപാടികൾ എന്നിവയും നടക്കും. കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പ്രത്യേക ആകർഷണമാണ്. നെയ്യാറ്റിൻകര ആറാലുംമൂട് സ്വദേശി മണിയൻ എന്ന് വിളിക്കുന്ന ഗോപന്റെ സമാധിയുമായി ബന്ധപ്പെട്ട കേസിൽ ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന ചോദ്യവുമായി ഹൈക്കോടതി. ഗോപന്റെ കല്ലറ തുറക്കുമെന്നും കോടതി വ്യക്തമാക്കി. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണം. എന്തിനാണ് ഭയമെന്നും ഹൈക്കോടതി ചോദിച്ചു. ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച ഹൈക്കോടതി മരണം രജിസ്റ്റർ ചെയ്തതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. സ്വാഭാവിക മരണമാണെങ്കിൽ അംഗീകരിക്കാമെന്നും ജില്ലാ കളക്ടർ ഹൈക്കോടതിയുടെ നോട്ടീസ്. ഇതിനിടയിൽ കുടുംബത്തെ മുൻനിർത്തി സംഘപരിവാർ സംഘടനകൾ സ്ഥലത്ത് വർഗീയ ചേരിതിരിവ് ശ്രമം നടത്തിയിരുന്നു. കല്ലറ പൊളിക്കുമെന്ന കോടതിയുടെ ഉത്തരവ് സംഘപരിവാറിന്റെ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. സമീപവാസിയായ വിശ്വംഭരൻ എന്ന ആളാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിന് പരാതി നൽകിയത്. മക്കളുടെ പരസ്പര വിരുദ്ധമായ മൊഴികളും സംഭവത്തിൽ ദുരൂഹത സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.